അപ്പോൾ ഉച്ചക്കത്തേക്ക് നല്ലൊരു അടിപൊളി ചാള അല്ലെങ്കിൽ മത്തി പൊരിച്ചതായാലോ. അപ്പം ഞാനിവിടെ രണ്ട് വലുപ്പത്തിലുള്ള ചാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 5 വെളുത്തുള്ളി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 10 കുഞ്ഞുള്ളിയാണ്. ഇനി നമുക്ക് വേണ്ടത്, പിന്നെ ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക്. ഇതിന് പകരം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഫിഷ് മസാലയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പിൻ്റെ അളവിനനുസരിച്ച് മാക്സിമം ഒരു ടീസ്പൂൺ ഉപ്പ് വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു കുഞ്ഞു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ കട്ടി കൂടുതലാണ് എങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏകദേശം ഈ കട്ടിയായാൽ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ല രീതിയിൽ മീനി ഫുള്ള് പുരട്ടി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഇത് ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് ചെറിയ ചാളയും കൂടെ വറുത്തെടുക്കാം. അപ്പം അതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെന്തായാലും ഒരു അടിപൊളി നാടൻ മീൻ പൊരിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരൊറ്റ സാധനം മതി ഒരു പ്ലേറ്റ് ചോറിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.